Dear students, welcome to the class of Mechanics of Fluids. Here we will be discussing some problems related to measurement of pressure using manometers. The problems include both sample problems and KTU previous year university questions. First we will see some problems related to simple manometer. First question, the right limb of a U-tube manometer containing mercury is open to atmosphere while the left limb is connected to a pipe in which a fluid of specific gravity 0.9 is flowing. The center of the pipe is 12 cm below the level of mercury in the right limb. Find the pressure of fluid in the pipe if the difference of mercury level in the two limbs is 20 cm. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഫിഗർ മാനോമീറ്ററിൻ്റെ ഫിഗർ വരയ്ക്കേ വേണ്ട. ഇതെങ്ങനെയാണ് സിമ്പിൾ മാനോമീറ്ററാണ് എങ്ങനെയാണ് മനസ്സിലായത്? അതിൻ്റെ ഒരു ലിംബ് യൂട്യൂബ് മാനോമീറ്റർ കണ്ടെയ്നിങ് മെർക്കുറി ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. റൈറ്റ് ലിംബ് ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്താ? ഇതൊരു സിമ്പിൾ മാനോമീറ്ററാണ്. ലെഫ്റ്റ് ലിംബാണ് പൈപ്പിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. പൈപ്പിൽ എന്താ, ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണ്? 0.9 ആണ്. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? സെൻറ്റർ ലൈൻ ഓഫ് പൈപ്പ് ഈസ് 12 cm ബിലോ ദ ലെവൽ ഓഫ് മെർക്കുറി ഇൻ ദ റൈറ്റ് ലിംബ്. റൈറ്റ് ലിംബിലെ മെർക്കുറിയുടെ ലെവൽ ഇതാണ്. അതിൽ നിന്ന് 12 cm ഡൗൺ ആയിട്ടാണ് ആരുള്ളത്? പൈപ്പിൻ്റെ സെൻറ്ററിലുള്ളത്. ഈ ഒരു ഡിസ്റ്റൻസ് 12 വന്നിട്ടുണ്ട്. പിന്നെന്താ, രണ്ട് കോളം ലെഫ്റ്റ് ലിംബിലും റൈറ്റ് ലിംബിലും തമ്മിലുള്ള മെർക്കുറിയിലെ ലെവൽ ഡിഫറൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? 20 cm എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു പോയിന്റിലെ പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ഗിവൺ ഡാറ്റാസ് നോക്കാം. ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 0.9 ആണ്. ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? ഇൻറ്റു 1000 ചെയ്താൽ അതിൻ്റെ ഡെൻസിറ്റി ആയി. ഇനി മാനോമെട്രിക് ഫ്ലൂയിഡ് ആരാണ്? മെർക്കുറിയാണ്. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. 13.6 ഇൻറ്റു 1000 ചെയ്താൽ എന്തായി? അതിൻ്റെ ഡെൻസിറ്റിയും കിട്ടി. പിന്നെ ലെവൽ ഡിഫറൻസ് H2 എത്രയാണ്? 20 cm ആണ്. ഇനി H1 എത്ര വരും? ടോട്ടൽ 20 ആയി, ഇവിടെ 12 പോയി, ബാക്കി എത്രയുള്ളത്? 8 cm ആണ്. അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അടുത്തത് ഇനി എന്താ ചെയ്യേണ്ടത്? ഡാറ്റം ലൈൻ വരക്കണം അല്ലേ? ഡാറ്റം ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലെ പ്രഷർ, ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കണം. റൈറ്റ് സൈഡിലെ ടോട്ടൽ പ്രഷറും കണ്ടുപിടിക്കണം. അത് ഇക്വേറ്റ് ചെയ്യണം. അത് ഇക്വേറ്റ് ചെയ്താൽ ആരെ കിട്ടും? പി എനെ കിട്ടും. ആദ്യം ലെഫ്റ്റ് സൈഡിൽ നോക്കാം. എന്താ ഇക്വേഷൻ വരിക? ടോട്ടൽ പ്രഷർ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു പൈപ്പിലെ പ്രഷർ PA പ്ലസ് പിന്നെ ഈ ഒരു കോളം കൊണ്ടുണ്ടാകുന്ന പ്രഷർ P പ്ലസ് ρ1 GH1. ρ1 GH1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡെൻസിറ്റി ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഈ ഹൈറ്റ്. അത് ഈസ് ഈക്വൽ ടു എന്താണ്? റൈറ്റ് സൈഡിലെ പ്രഷർ എന്താ? ρ2 ഇൻറ്റു GH2. ρ2 എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെ ഡെൻസിറ്റി ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഈ ഒരു ഹൈറ്റ്. ഇതിൽ ഇനി അത് അൺനോൺ ആരെയില്ലൂ? പി മാത്രമേ അൺനോണുള്ളൂ. പി എന്ന് വെച്ചാൽ ഈ പൈപ്പ് ലൈനിലെ പ്രഷർ. സോൾവ് ചെയ്താൽ എന്തായി? അതിൻ്റെ വാല്യൂ കിട്ടും. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ യൂട്യൂബ് മാനോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ദ പ്രഷർ ഓഫ് വാട്ടർ ഇൻ എ പൈപ്പ് ലൈൻ വിച്ച് ഈസ് ഇൻ എക്സസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. The right limb of the manometer contains mercury and is open to atmosphere. The contact between water and mercury is in the left limb. Determine the pressure of water in the main line if the difference in level of mercury in the limbs of U-tube is 10 cm and the free surface of mercury is in level with the center of the pipe. If the pressure of water in the pipeline is reduced to 9810 Newton per meter square, calculate the ന്യൂ ഡിഫറൻസ് ഇൻ ലെവൽ ഓഫ് മെർക്കുറി. ഇത് KTUവിൻ്റെ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. ഡിസംബർ 2019 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ആദ്യം എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഈ ഒരു ഡയഗ്രാം കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ വേണ്ടി പറ്റണം. ഇത് എന്താണ്? സിമ്പിൾ മാനോമീറ്റർ ആണെന്ന് മനസ്സിലാവും. റൈറ്റ് ലിംബിൽ മെർക്കുറി ഉണ്ട്. പിന്നെന്താ? അത് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെന്താ? കോണ്ടാക്ട് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് മെർക്കുറി ഈസ് ഇൻ ദ ലെഫ്റ്റ് ലിംബ്. പൈപ്പിൽ വാട്ടർ ഉണ്ട്, അത് മെർക്കുറി തമ്മിൽ കോൺടാക്ട് വന്നു. ബി എന്ന് പറഞ്ഞ പോയിൻ്റ്, അതായത് ലെഫ്റ്റ് ലിംബിലാണ്. പിന്നെന്താണ്? ഇവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കണം. പിന്നെ തന്നിട്ടുണ്ട് മാനോമീറ്റർ ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബും തമ്മിൽ ഹൈറ്റ് ഡിഫറൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 cm. അതിലൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഫ്രീ സർഫസ് ഓഫ് മെർക്കുറി ഈസ് ഇൻ ലെവൽ വിത്ത് സെൻറ്റർ ഓഫ് പൈപ്പ്.
ഫ്രീ സർഫസ് ഓഫ് മെർക്കുറി പറഞ്ഞാൽ എന്താണ്? എയറുമായിട്ട് കോണ്ടാക്ട് വരുന്നത്. ഇതാണ് ഫ്രീ സർഫസ്. ആ മെർക്കുറിയുടെ ഫ്രീ സർഫസും പൈപ്പിൻ്റെ സെൻറ്ററും തമ്മിൽ അലൈൻമെൻറ്റ് മീൻസ് സെയിം ഹൊറിസോണ്ടൽ ലെവലിലാണ് അതുള്ളത്. അതും കൂടെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ നോക്കണം. പിന്നെ അടുത്തത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം സെക്കൻഡ് പാർട്ടിലോട്ട് പോകാം. ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ 2 പാർട്ടായിട്ടാണ്. ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? സെക്കൻഡ് പാർട്ട് ചെയ്യേണ്ടതാണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം എ എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യുന്നത്? എ എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷറാണ് പി എ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. അതിനുശേഷം എന്താ? ഡാറ്റം ലൈൻ വരച്ചിട്ടുണ്ട്. ബി സി ആണ് ഡാറ്റം ലൈൻ. ഈ ഒരു കോളത്തിലെ പ്രഷർ പ്ലസ് എയിലെ പ്രഷർ, അതാണ് ബിയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ. അത് ഈസ് ഈക്വൽ ടു എന്താണ്? റൈറ്റ് സൈഡിലെ മെർക്കുറിയിലെ പ്രഷർ. അതാണ് പ്രഷർ ബാലൻസ് എന്ന് പറയുന്നത്. ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ കണ്ടുപിടിക്കുക. അങ്ങനെ പ്രഷർ അറ്റ് എ പ്ലസ് പ്രഷർ ഡ്യൂ ടു 10 സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ. പ്രഷർ അറ്റ് എ പ്ലസ് പ്രഷർ ഡ്യൂ ടു 10 സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ എന്ത് വരും? പി എ പ്ലസ് റോ ജി എച്ച്. വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000, എച്ച് 0.1 ആണ്, ജി 9.81. അത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? പി എ പ്ലസ് 981 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കിട്ടി. അതാണ് എവിടെയുള്ള പ്രഷർ? ബിയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ. ഇനി എന്ത് വേണം? സിയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ കണ്ടുപിടിക്കണം. സിയിൽ ആരെ പ്രഷർ മാത്രമേ ഇല്ലൂ? ഈ മെർക്കുറി കോളത്തിൻ്റെ പ്രഷർ മാത്രമേ സിയിൽ ആക്ട് ചെയ്യുന്നുള്ളൂ. റോ 0 ഇൻറ്റു ജി ഇൻറ്റു എച്ച് 0. അത് ചെയ്താൽ എന്ത് കിട്ടും? സിയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എല്ലാം റൈറ്റ് ലിമ്പിലെ സിയിലെ പ്രഷർ കിട്ടി. എന്ത് ചെയ്ത്? സോൾവ് ചെയ്താൽ വാല്യൂ കിട്ടി. അതിനുശേഷം എന്താ ചെയ്യുന്നത്? ലെഫ്റ്റ് ലിമ്പിലെ പ്രഷറും റൈറ്റ് ലിമ്പിലെ പ്രഷറും എന്ത് ചെയ്യുന്നത്? ഈക്വേറ്റ് ചെയ്യുന്നു. ഈക്വേറ്റ് ചെയ്താൽ ആ കണ്ണോൺ ആരായാലും പി എ മാത്രമായാലും അത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? അതിൻ്റെ വാല്യൂ കിട്ടി. ഇനി അതിലത്തെ സെക്കൻഡ് പാർട്ട്. ഇഫ് ദ പ്രഷർ ഓഫ് വാട്ടർ ഇൻ ദ പൈപ്പ് ലൈൻ ഈസ് റെഡ്യൂസ്ഡ് ടു 9810 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, കാൽക്കുലേറ്റ് ദ ന്യൂ ഡിഫറൻസ് ഇൻ ലെവൽ ഓഫ് മെർക്കുറി. ഇപ്പം എ എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷർ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ, ഇതാണ് ആ വാല്യൂ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുന്നത്? പ്രഷർ ഈ ഒരു വാല്യൂയിലേക്ക് റെഡ്യൂസ് ചെയ്തു. ആ സമയത്തുണ്ടാകുന്ന മെർക്കുറിയിലെ ലെവൽ ഡിഫറൻസാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഫിഗറിൽ എന്താണ്? പഴയ ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ബി സി ആണ്. ഇതാണ് മുമ്പ് ഉണ്ടായിരുന്ന ഇത്. ഇനി എന്ത് ചെയ്തു? ഇവിടുത്തെ പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നല്ലേ. ആ സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ മെർക്കുറി ലെവൽ ഒരു ഇൻക്രീസ് ഉണ്ടാവും ലെഫ്റ്റ് ലിമ്പിൽ. ഇവിടെ പ്രഷർ കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഈ മെർക്കുറി ലെവൽ ഇവിടെ പോകുന്നുണ്ടാവുക, താഴോട്ട് പോവുക. പക്ഷേ എന്താ? ഇവിടെ പ്രഷർ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പഴയ ലെവൽ ബി ആണ്, ഒരു ഇൻക്രീസ് ഇൻ ലെവൽ ഉണ്ടായി. ഇവിടെ ഒരു ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ എന്താണ്? ഒരു ലെവൽ ഡിക്രീസ് ഉണ്ടാവും. കാരണം എന്താ? സെയിം വോളിയമാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്, ഏരിയ ചേഞ്ച് ഒന്നുമില്ല, ഒരേ ഡയമീറ്ററിലെ ട്യൂബാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എത്രത്തോളം ഇൻക്രീസ് ഉണ്ടാകുന്നോ അത്രത്തോളം ഡിക്രീസ് ഇവിടെ ഉണ്ടായിരിക്കണം. അതാണ് ഈ ഫിഗറിൽ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എക്സ് സെൻറ്റിമീറ്റർ റൈസ്, ലെഫ്റ്റ് ലിമ്പിൽ റൈസ് ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ എക്സ് സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഡിപ്രഷൻ അവിടെ ഉണ്ടായിരിക്കും. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു റൈസ് ഓഫ് മെർക്കുറി ഇൻ ലെഫ്റ്റ് ലിംബ് ഇൻ സെൻറ്റിമീറ്റേഴ്സ്, ദെൻ ഫാൾ ഓഫ് മെർക്കുറി ഇൻ റൈറ്റ് ലിംബ് ഈസ് ഈക്വൽ ടു എക്സ് സെൻറ്റിമീറ്റർ. കാരണം സെയിം വോളിയാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു? ഞാൻ ഡാറ്റം ലൈൻ മാറ്റി. ഇനി പഴയ ഡാറ്റത്തിൽ പ്രോബ്ലം ചെയ്യാനാവില്ലല്ലോ, മെർക്കുറിയുടെ ലെവൽ മാറിയില്ലേ. ബി സ്റ്റാർ സി സ്റ്റാറായി ഡാറ്റം എടുത്തിരിക്കുന്നത്. ഇനി എന്തായിരിക്കും? പ്രഷർ അറ്റ് ബി സ്റ്റാർ ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് സി സ്റ്റാർ ആയിരിക്കും. അത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ഈ ലെവൽ ഡിഫറൻസ് ഇൻ മെർക്കുറി കിട്ടും. നോക്കാം. പ്രഷർ അറ്റ് ബി സ്റ്റാർ ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് സി സ്റ്റാർ. ബി സ്റ്റാറിലെ പ്രഷർ എന്താണ്? പ്രഷർ അറ്റ് എ പ്ലസ് പ്രഷർ ഡ്യൂ ടു 10 മൈനസ് എക്സ്. ടോട്ടൽ എത്രയാണ് ഉണ്ടായിരുന്നത്? 10 ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്രയായി? 10 മൈനസ് എക്സ് വന്നു. പ്രഷർ ഡ്യൂ ടു പ്രഷർ അറ്റ് എ പ്ലസ് പ്രഷർ ഡ്യൂ ടു 10 മൈനസ് എക്സ് സെൻറ്റിമീറ്റേഴ്സ് ഓഫ് വാട്ടർ. എന്ത് വരും എഴുതിയാൽ? പി എ പ്ലസ് റോ 1 ജി ഇൻറ്റു പ്രഷർ അറ്റ് എ. ആ വാല്യൂ എടുക്കേണ്ടത് എത്രയാണ്? 9810. പുതിയ വാല്യൂ ഓഫ് പ്രഷറാണ് എടുക്കേണ്ടത്, പഴയ വാല്യൂ അല്ല. ക്വസ്റ്റ്യനിൽ ഇപ്പോൾ പ്രഷർ തന്നിട്ടുണ്ട് 9810. അതിൽ എന്ത് വരും? 9810 പ്ലസ് വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 ഇൻറ്റു 9.81 ഇൻറ്റു 10 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 108 ഉണ്ട്. കാരണം എന്താ? ഇത് സെൻറ്റിമീറ്റേഴ്സിലത് എസ് ഐ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇനി റൈറ്റ് സൈഡ് നോക്കുന്ന സമയത്തോ ഈ ഒരു സി സ്റ്റാർ ഡി സ്റ്റാറിലുള്ളത് മാത്രമേ കൺസിഡർ ചെയ്യേണ്ടൂ. അതെന്തായിരിക്കും? ടോട്ടൽ എത്രയുണ്ടായിരുന്നു? നേരത്തെ 10 ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ എന്ത് വന്നു? ഇവിടെ ഒരു എക്സിൻ്റെ ഡിക്രീസ് വന്നു, ഇവിടെയും ഒരു എക്സിൻ്റെ ലോസ് വന്നു. എന്നിട്ട് ശരിക്കും ആ ന്യൂ ലെവൽ റൈറ്റ് സൈഡിലെ ലെവൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ലെഫ്റ്റ് സൈഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 10 മൈനസ് 2x ആണ്. ശ്രദ്ധിക്കണം,
10 - x അല്ല, റൈറ്റ് സൈഡിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് 10 - 2x ആയി. അങ്ങനെ ആകുമ്പം അവിടുത്തെ പ്രഷറിൻ്റെ ഇക്വേഷൻ എങ്ങനെ ഏതാ? 13.6 × 1000 × 9.81 × 10 - 2x/100 വന്നു. ഇനി എന്ത് ചെയ്യുന്നത്? എല്ലാ ടേമൊന്നും 9.8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? സോൾവ് ചെയ്യുന്നു. ഇക്വേഷൻ സോൾവ് ചെയ്യുന്നു. എക്സ് ഒക്കെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 0.992 സെൻറ്റിമീറ്റർ കിട്ടും. ഇനി ന്യൂ ഡിഫറൻസ് ഇൻ മെർക്കുറി, ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബും കമ്പയർ ചെയ്യുന്ന സമയത്ത് ന്യൂ ഡിഫറൻസ് ഇൻ മെർക്കുറി എത്രയായിരിക്കും? ഈ ഒരു ഹൈറ്റാണ്, അതായത് 10 - 2x. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? 8.016 സെൻറ്റിമീറ്റർ കിട്ടും. പ്രോബ്ലം സിമ്പിളാണ്. ജസ്റ്റ് ഇവിടെ പ്രഷർ കുറയുന്ന സമയത്ത് എന്താണ്, ആ പുതിയ പ്രഷർ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ ഇവിടെ പ്രഷർ കുറയുന്ന സമയത്ത് എന്താ, ഇവിടെ ഒരു ഡിക്രീസ് ഉണ്ടാവും, റൈറ്റ് സൈഡിൽ ഒരു ഫാൾ ഉണ്ടാവും മെർക്കുറിക്ക്. ഇനി അടുത്ത, ഹൗ ദ ഡയഗ്രാം ചേഞ്ചസ് ഇഫ് ദർ ഈസ് എൻ ഇൻക്രീസ് ഇൻ പ്രഷർ ഇൻ ദ പൈപ്പ്. ക്വസ്റ്റൻ എന്താ, ഈ ഒരു പൈപ്പിൽ പ്രഷർ ഇൻക്രീസ് ആണ്, കഴിഞ്ഞതിൽ എന്താ പ്രഷർ ഡിക്രീസ് ചെയ്യേണ്ടത്. ഇവിടെ പ്രഷർ ഇൻക്രീസ് ആവുന്ന സമയത്ത് ഡയഗ്രത്തിൽ എന്ത് ചേഞ്ച് ചെയ്യേണ്ടാവുക? പ്രഷർ ഇൻക്രീസ് ആവുന്ന സമയത്ത് ഇനീഷ്യൽ ലെവൽ അതിൽ നിന്ന് മെർക്കുറി എന്ത് ചെയ്യും? ലെവൽ താഴും, കാരണം ഇവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്തു. ഇവിടെ x സെൻറ്റിമീറ്റർ ഡിപ്രഷൻ അല്ല ഫാൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അത്രയും റൈസ് എന്ത് വരും? റൈറ്റ് ലിംബിൽ വരണം. ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. പ്രഷർ കുറയുന്ന സമയത്ത് മെർക്കുറി ലെവലിയുടെ റൈസ് ചെയ്യും, പ്രഷർ കൂടുന്ന സമയത്തോ മെർക്കുറി ലെവൽ താഴോട്ട് വരും. അതാണ് ഈ പോയിൻ്റ് എ എന്ന് പറഞ്ഞ പൈപ്പിൽ പ്രഷർ കൂടുന്ന സമയത്ത് ഡയഗ്രത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇതാണ്. ഇൻ കേസ് ക്വസ്റ്റ്യൻ ഇൻക്രീസ് ആണെങ്കിൽ ഈ ഒരു ഡയഗ്രാം വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. അടുത്തത്, എ സിംഗിൾ കോളം മാനോമീറ്റർ ഈസ് കണക്റ്റഡ് ടു എ പൈപ്പ് കണ്ടെയ്നിങ് എ ലിക്വിഡ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.9. The area of reservoir is 100 times the area of tube. The reservoir contains mercury of specific gravity 13.6. The level of mercury in the reservoir is at a depth 20 cm below the center of pipe. If the difference of mercury level in the reservoir and right limb is 40 cm, calculate the pressure in the pipe. ക്വസ്റ്റ്യനിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് സിംഗിൾ കോളം മാനോമീറ്റർ ആണ്. ശ്രദ്ധിക്കണം, സിംഗിൾ കോളം മാനോമീറ്റർ ആവുന്ന സമയത്ത് എന്തുണ്ടാവും? റിസർവോയർ ഉണ്ട്, അത് വെച്ചിട്ട് വേണം ഫിഗർ വരക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 എന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? ഈ പൈപ്പിൻ്റെ ട്യൂബിൻ്റെ ഏരിയയുടെ 100 ടൈംസ് ആണ് റിസർവോയറിൻ്റെ ഏരിയ. പിന്നെ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 തന്നിട്ടുണ്ട്. പിന്നെന്താ? ലെവൽ ഓഫ് മെർക്കുറി ഇൻ ദ റിസർവോയർ ഈസ് അറ്റ് എ ഡെപ്ത് 20 cm ഫ്രം സെൻറ്റർ ഓഫ് പൈപ്പ്. ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? 20 cm തന്നിട്ടുണ്ട്. പിന്നെന്താണ്? റിസർവോയറും റൈറ്റ് ലിംബും തമ്മിൽ ഡിഫറൻസ് എത്രയാണ്? 40 cm തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതിനുശേഷം എന്താ? ഓൾറെഡി സിംഗിൾ കോളം മാനോമീറ്ററിൻ്റെ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിലെന്താ? ഇനി അൺനോൺ ആയിട്ടൊന്നുമില്ല, എല്ലാ വാല്യൂസും എന്താണ്? ഡയറക്റ്റ് നോൺ ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ അതിൽ വരുന്നുള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? 52134 Nm/m². അടുത്തത് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഈസ് കണക്റ്റഡ് അറ്റ് ദ 2 points A and B of 2 pipes as shown in figure. The pipe A contains a liquid of specific gravity 1.5 while pipe B contains a liquid of specific gravity 0.9. The pressure at A and B are 1 kg per cm² and 1.8 kg per cm² respectively. Find the difference in mercury level in the differential manometer. അങ്ങനെ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണെന്ന് അങ്ങനെ മനസ്സിലായത്? അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ട് പൈപ്പ് തമ്മിലാണ് കണക്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഫിഗർ തന്നിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യനിലും ഫിഗർ തരണം എന്നില്ല, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫിഗർ വരക്കേണ്ടി വരും. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറഞ്ഞ പൈപ്പിൽ ലിക്വിഡ് ഉണ്ട്, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.5 ആണ്, ഇൻറ്റു 1000 ചെയ്ത ഡെൻസിറ്റി കിട്ടി. അതേപോലെ ബി എന്ന് പറഞ്ഞ പൈപ്പിലുള്ളത് 0.9 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി, അതും SI ഡെൻസിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. പിന്നെ തന്നിട്ടുണ്ട് എ എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷർ തന്നിട്ടുണ്ട്. എത്രയാണ്? 1 kg/cm², ബിയിൽ 1.8 kg/cm². ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് SI യൂണിറ്റ് ആണോ? പ്രഷറിൻ്റെ SI യൂണിറ്റ് അല്ല, അതെന്താണ്? Nm/m² ആണ്. അന്നേരം എന്ത് ചെയ്യണം? cm²നെ m²ലോട്ട് കൺവേർട്ട് ചെയ്യണം, kgfനെ ന്യൂട്ടണിലോട്ടും കൺവേർട്ട് ചെയ്യണം. ഇതിൻ്റെ ഫോർമുല എന്താണ്? 1 kgf = 9.81
ന്യൂട്ടൺ. ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. ബാക്കി ഡയമെൻഷൻസൊക്കെ എന്താണ് തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ എച്ചിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്പെസിഫിക് ഗ്രാവിറ്റി എ എന്ന് പറഞ്ഞ പൈപ്പിലെ ലിക്വിഡിൻ്റെത് 1.5, അതുകൊണ്ട് ഡെൻസിറ്റി 1500. അതേപോലെ റൈറ്റ് സൈഡിലെ ബിയിലെ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 900 കിട്ടി. ഇനി എന്ത് ചെയ്യുന്നത്? പ്രഷറിനെ കൺവേർട്ട് ചെയ്യുന്നു. 1 kg/cm². ആദ്യം സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കണമെങ്കിൽ എന്ത് വേണം? താഴെ 10⁻⁻⁴ വരും. അത് മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്തായി? 10⁻⁴ ആയി. പിന്നെ KGF-നെ എന്ത് ചെയ്ത് ഇൻറ്റു 9.81 ചെയ്തു. ഈ ഒരു വാല്യൂ കിട്ടി. അതേപോലെ 1.8നെയും കൺവേർട്ട് ചെയ്യുന്നത്. 1.8 ഇൻറ്റു 9.8 എന്തായി? അത് Nm/m² കിട്ടി. ഇനി മെർക്കുറിയുടെ ഡെൻസിറ്റി എന്താണ്? 13.6 ഇൻറ്റു 1000. അതിന് ശേഷം എന്താ ചെയ്യുന്നത്? ഡാറ്റം ലൈൻ വരക്കുക. ആസ് യൂഷ്വൽ പ്രഷർ ഇക്വേറ്റ് ചെയ്യുക. ഈ ലെഫ്റ്റ് ലിമ്പിൽ ഈ പോയിന്റിലെ പ്രഷർ എന്തായിരിക്കും? ഈ എ എന്ന് പറഞ്ഞ പൈപ്പിലെ പ്രഷർ പ്ലസ് ഈ ലിക്വിഡ് കോളം കൊണ്ടുണ്ടാകുന്ന പ്രഷർ പ്ലസ് ഈ മെർക്കുറി കോളം കൊണ്ടുണ്ടാകുന്ന പ്രഷർ. ആദ്യം താഴെ നിന്ന് മുകളിലോട്ടാണ് ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. മെർക്കുറിയുടെ കൊണ്ടുണ്ടാകുന്ന പ്രഷർ ഏത്? ഈ എച്ച് ഹൈറ്റിലാണ് വരുന്നത്. പ്ലസ് എന്താണ്? ഈ ലിക്വിഡ് കോളത്തിൻ്റെ എത്രയാണ്? 3 + 2 5 മീറ്റേഴ്സാണ് വരുന്നത്. പ്ലസ് PA വരും. ഇനി റൈറ്റ് ലിമ്പിൽ നോക്കുന്ന സമയത്തോ പ്രഷർ എങ്ങനെയാണ് വരുന്നത്? PB. ഇവിടുത്തെ പ്രഷർ പ്ലസ് ഈ ഫ്ലൂയിഡ് കോളത്തിൻ്റെ പ്രഷർ എങ്ങനെ വരും? ഫ്ലൂയിഡ് കോളത്തിൻ്റെ പ്രഷർ എന്താ വരിക? അതിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ് എത്രയാണ് വരുന്നത്? ഇവിടുന്ന് ഇവിടെ വരെ 2 വന്നു. ബാക്കി എന്ത് വന്നു? H വന്നു. H + 2 + PB വന്നു. അതിനുശേഷം എന്താ ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡിലെ പ്രഷറും റൈറ്റ് സൈഡിലെ പ്രഷറും ഇക്വേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാ ടേംസിനെയും 1000 ഇൻറ്റു 9.81 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അൺനോൺ ആര് മാത്രമേ ഉള്ളൂ? H ആണ്. ഒരു ഇക്വേഷൻ ഒരു അൺനോൺ സോൾവ് ചെയ്താൽ ഡയറക്റ്റ് കിട്ടും. 18.1 സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് സോൾവ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഫിഗർ വരക്കുന്ന മാത്രമേ പറയുന്നുള്ളൂ. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏപ്രിൽ 2018 ചോദിച്ച യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണിത്. A U-tube differential mercury manometer is connected between two pipes X and Y. Pipe X contains a fluid, specific gravity 1.59 under a pressure of 103 kPa, and pipe Y contains oil of specific gravity 0.8 under a pressure of 172 kPa. Pipe X is 2.5 meter above pipe Y. The mercury level in the limb connected to pipe X is 1.5 meter below the center line of pipe Y. The level of mercury in the limb connected to pipe Y is below the level of mercury in the other limb. Find the manometer reading in centimeters of mercury and show the same as schematic diagram. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ലെങ്തിയാണ്, പക്ഷെ എന്താ അത് വായിച്ചിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് പ്രഷർ ബാലൻസ് മാത്രമേ ഉള്ളൂ. ആദ്യം ഫസ്റ്റ് എന്താ തന്നിരിക്കുന്നത്? 2 പൈപ്പ് X and Y തന്നിട്ടുണ്ട്. അതിൽ ഇല്ല ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയും തന്നിട്ടുണ്ട്, പ്രഷറും തന്നിട്ടുണ്ട്. യൂണിറ്റ് ശ്രദ്ധിക്കണം. kN/m² അല്ലെങ്കിൽ kPa. അതിനെ അതിലോട്ട് കൺവേർട്ട് ചെയ്യണം Nm/m². ഇൻറ്റു 10⁻³ ചെയ്താൽ എന്തായി? കൺവേർട്ടായി. പിന്നെ തന്നിട്ടുണ്ട് എക്സ് എന്ന് പറഞ്ഞ പൈപ്പ് വൈ എന്ന് പറഞ്ഞ പൈപ്പിനെക്കാട്ടിയും 2.5 മീറ്റർ എബവ് ആണ്. അതിൻ്റെ മീനിങ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് തരുന്നത്. എക്സ് പറഞ്ഞ പൈപ്പ് ഹൈറ്റിലാണ് വൈനെക്കാട്ടിയും. ലെവൽ ഡിഫറൻസ് എത്രയാണ്? 2.5 മീറ്റർ ആണ്. പിന്നെ തന്നിട്ടുണ്ട് മെർക്കുറി ലെവൽ ഇൻ ദ ലിംബ് കണക്റ്റഡ് ടു പൈപ്പ് എക്സ് ഈസ് 1.5 മീറ്റർ ബിലോ സെൻട്രൽ ലൈൻ ഓഫ് പൈപ്പ്. പൈപ്പ് എക്സുമായി കണക്ട് ചെയ്തിരിക്കുന്ന മെർക്കുറിയിലെ ലിംബ് അല്ലെങ്കിൽ യൂട്യൂബ് മാനോമീറ്ററിൻ്റെ ലെഫ്റ്റ് ലിംബാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിലുള്ള മെർക്കുറി എന്ന് പറയുന്നത് വൈയുടെ സെൻറ്റർ ലൈനെക്കാട്ടിയും 1.5 മീറ്റർ ബിലോ ആണ്. ഈ ഒരു ഡിസ്റ്റൻസാണ് 1.5 മീറ്റർ എന്ന് തന്നിരിക്കുന്നത്. പിന്നെന്താ തന്നിട്ടുണ്ട്? ലെവൽ ഓഫ് മെർക്കുറി ഇൻ ദ ലിംബ് കണക്റ്റഡ് ടു പൈപ്പ് വൈ ഈസ് ബിലോ ദ ലെവൽ ഓഫ് മെർക്കുറി ഇൻ ദ അതർ ലിംബ്. അതായത് റൈറ്റ് ലിംബിലെ മെർക്കുറി എന്താണ്? ലെഫ്റ്റ് ലിംബിനെക്കാട്ടിയും ലോവർ ലെവലിലാണെന്നാണ് അതിൻ്റെ തന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ഈ ഡയഗ്രാം വരക്കലാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട്. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? എക്സ് എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷർ ലെഫ്റ്റ് ലിംബിൽ കണ്ടുപിടിക്കുക. പൈപ്പ് ലൈനിലെ പ്രഷർ പ്ലസ് ഈ കോളത്തിൻ്റെ പ്രഷർ പ്ലസ് മെർക്കുറിയുടെ പ്രഷർ. അതിനുശേഷം എന്ത് ചെയ്യണം? റൈറ്റ് ലിംബിൽ ഇവിടെ എക്സിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്താ വരുന്നത്? PY പ്ലസ് ഈ കോളം കൊണ്ടുണ്ടാകുന്ന പ്രഷർ. അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? എച്ചിൻ്റെ വാല്യൂ കിട്ടും. ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കുക. അടുത്തത് ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ പ്രോബ്ലമാണ്.
An inverted U-tube manometer is connected to two horizontal pipes A and B through which water is flowing. The vertical distance between the axes of this pipe is 30 cm. When oil of specific gravity 0.8 is used as gauge fluid, the vertical height of water column in the two limbs of inverted manometer when measured from respective center line of pipe are found to be same and equal to 35 cm. Determine the difference of pressure between the pipes. ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ ആണ്. പിന്നെന്താ, രണ്ട് പൈപ്പ് തമ്മിലെ ലെവൽ ഡിഫറൻസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്ര തന്നിട്ടുണ്ട്? 30 cm ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ വെൻ ആൻ ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ഈസ് യൂസ്ഡ് ആസ് ഗേജ് ഫ്ലൂയിഡ്, അതായത് ഇതിലെ മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണ്, വാട്ടറാണ് പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ്. ഇവിടെ ശ്രദ്ധിക്കണം, മാനോമെട്രിക് ഫ്ലൂയിഡ് ലൈറ്റ് ഫ്ലൂയിഡ് ആണ്, അതായത് വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 1000 ആണ്. ഇതിൻ്റെ എന്തായിരിക്കും? 800 ആയിരിക്കും. അതായത് വാട്ടറിനെക്കാട്ടിയും ലൈറ്റർ ലിക്വിഡ്, ഡെൻസിറ്റി കുറഞ്ഞ ലിക്വിഡാണ് മാനോമെട്രിക് ലിക്വിഡായിട്ട് ഉപയോഗിക്കുന്നത്. എവിടെ? ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ. പിന്നെന്താ തന്നിട്ടുണ്ട്? ദ വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് വാട്ടർ കോളം ഇൻ 2 limbs, അതായത് ഈ ഒരു വെർട്ടിക്കൽ ഹൈറ്റ് ലെഫ്റ്റ് ലിംബിലെ വാട്ടറിൻ്റെ വെർട്ടിക്കൽ ഹൈറ്റും റൈറ്റ് ലിംബിലെ വാട്ടറിൻ്റെ വെർട്ടിക്കൽ ഹൈറ്റും അതെത്രയാണെന്ന് തന്നിട്ടുണ്ട്. എവിടുന്ന് മെഷർ ചെയ്യുന്ന സമയത്ത്? സെൻറ്റർ ഓഫ് പൈപ്പിൽ നിന്ന് മെഷർ ചെയ്യുന്ന സമയത്തിൽ ആ വെർട്ടിക്കൽ ഹൈറ്റ് എത്രയാണ്? ലെഫ്റ്റിലും റൈറ്റിലും 35 cm ആണെന്ന് തന്നിട്ടുണ്ട്. മീൻസ് ഈ ടോട്ടൽ ഹൈറ്റ് എത്ര വന്നു? 75 വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ലെവൽ ഡിഫറൻസ്, മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ലിംബ് തമ്മിലെ ലെവൽ ഡിഫറൻസ് എത്ര വരും? 30 cm വരും. Let PA is equal to pressure at A and PB is equal to pressure at B. Point C and D lie on the same horizontal line. Hence pressure at C should be equal to pressure at D. ഡാറ്റം ലൈൻ ഏതാണ്? CD ആണ് ഡാറ്റം ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ വേണം പ്രഷർ ബാലൻസ് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ലെഫ്റ്റ് ലിംബിൽ പ്രഷർ ബാലൻസ് എഴുതി അങ്ങനെ വരും. PA ഓൾറെഡി തിയറി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇൻവേർട്ടഡ് ആണ്, മൈനസ് വേണം. പ്രഷർ എന്താ? റിഡക്ഷൻ ആണ് ഉണ്ടാവുക. PA മൈനസ് റോ GH ആണ്. PA മൈനസ് റോ GH, ഈ ഹൈറ്റിൽ ഈ കോളത്തിലുണ്ടാകുന്ന പ്രഷർ അതാണ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവുക. വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 1000 × 9.81 × 0.35. ഇനി ഡിയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? PB മൈനസ് ഈ ഒരു കോളം കൊണ്ടുണ്ടാകുന്ന പ്രഷർ മൈനസ് ഈ ഒരു കോളം കൊണ്ടുണ്ടാകുന്ന പ്രഷർ എന്തൊരു? PB മൈനസ് 1000 × 9.81 × 0.35 മൈനസ് ഇവിടെ എന്താ? മാനോമെട്രിക് ഫ്ലൂയിഡാണ്, അതിൻ്റെ ഡെൻസിറ്റി എത്ര? 800 × 9.81 × 0.3. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് സൈഡിലെ പ്രഷറും റൈറ്റ് സൈഡിലെ പ്രഷറും ഇക്വേറ്റ് ചെയ്യുന്നു. ഇക്വേറ്റ് ചെയ്തിട്ട് ആ സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു പൈപ്പും തമ്മിലെ പ്രഷർ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? PB മൈനസ് PA is equal to 2354.4 Newton per meter square.